എന്തായാലും സംസ്ഥാനത്ത് മഴ അങ്ങനെ കനക്കുകയാണ്. അത് ഇന്നും തുടരുമെന്നാണ് അറിയുന്നത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പ്. തെക്കൻ വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാകുന്നത്. കണ്ണൂർ, കാസർഗോഡ് തീരമേഖലയിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജിത്തും വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി രേഷ്മയും ചേരുകയാണ്. ഇരുവർക്കും ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ മഴ വലിയ പ്രശ്നക്കാരനാണ്. ആദ്യം രജിത്തിലേക്ക് തന്നെ പോവുകയാണ്. നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് പ്രശ്നം? ഇപ്പോൾ ഇന്ന് തന്നെ നല്ല മഴയുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇന്നത്തെ ഒരു മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് രജിത്തെ? തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ച മഴ രാത്രിയിലും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ 9 ജില്ലകളിൽ ആണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി തുടങ്ങിയ തെക്കൻ ജില്ലകളിലും ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രധാനമായും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് ഇവിടെ സാധ്യതയുള്ളതെന്നും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിപ്പോൾ 9 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കാലവർഷം അടുത്തെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മഴ ശക്തമാകുന്നത് എന്നാണ്. 26-ാം തീയതി ഒരു കാലവർഷം കേരള തീരത്തേക്ക് എത്തും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുള്ളത്. ശക്തമായ മഴ ആ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു ശക്തമായ മഴ തുടരുന്നത്. വരുന്ന 5 ദിവസത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടില്ല എങ്കിൽ തന്നെയും അവയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ വിഭാഗം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്ന പ്രത്യേക അറിയിപ്പും അവർ നൽകിയിട്ടുണ്ട്. രേഷ്മ, വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ കൂടി, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? ശ്രീജ, വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് പറയുന്നത്. 2 ജില്ലകളാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ ശക്തമാകും. ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കള്ളക്കടൽ പ്രതിഭാസമാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 മുതൽ നാളെ ഉച്ചയ്ക്ക് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. ഇതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ തിരമാല ആയതിനാൽ തന്നെ അപകടമുണ്ടാകാനുള്ള സാധ്യതയും മുന്നറിയിപ്പിലുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാരത്തിനും ഈ മേഖലകളിൽ എല്ലാ മേഖലകളിലും ഉൾപ്പെടെ ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ ഇറങ്ങാൻ പാടില്ലെന്നാണ് വിനോദസഞ്ചാര മേഖലയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. നമുക്കറിയാം, നിരവധി തവണ കടലാക്രമണത്തിൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കാസർഗോഡ് മറ്റു ജില്ലകളിലൊക്കെ വീടുകൾക്കുൾപ്പെടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും ഉയർന്ന തിരമാലയുള്ള പ്രദേശത്തു നിന്നും ആളുകൾ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ ഉയർന്ന തിരമാലയായിരിക്കും ഈ പ്രദേശത്ത് ഉണ്ടാവുക. ഇവിടെ നിന്നുൾപ്പെടെ ആളുകൾ ഇറങ്ങരുതെന്നും കളിക്കരുതെന്നും ഉൾപ്പെടെ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ മത്സ്യബന്ധന യാനങ്ങൾ നമ്മൾ ഹാർബറിനോട് അടുപ്പിച്ച് കെട്ടിയിടുന്നത് അതിൽ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കും യാത്രകളും കടലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് ഈ ജില്ലയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ശ്രീജ.